പാതിവല തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ കടവന്ത്രയിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ പരിശോധന നടക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ടോണി സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇവിടെ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. ഒരു 10 മണിയോടുകൂടി എത്തിയ സംഘം ഇപ്പോൾ ഓഫീസിനകത്ത് വിശദമായ പരിശോധന നടത്തി വരികയാണ്. ഇതിൽ പ്രധാനമായും അനന്തകൃഷ്ണന്റെ ഈ വാഹന തട്ടിപ്പ് പാതിവില തട്ടിപ്പുമായി ഈ ആളുകൾക്ക് വാഹനം നൽകാനുള്ള പണമെല്ലാം വന്നിരുന്നത് ഈ സോഷ്യൽ വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ രേഖകളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് വിശദമായി പരിശോധിക്കുന്നത്. ആ പണം വന്നതിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പണം പോയതും മറ്റു രേഖകൾ എവിടേക്കെല്ലാമാണ് പോയത് എന്നുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ വിശദമായിട്ടുള്ള ക്രൈംബ്രാഞ്ച് പരിശോധന നടക്കുന്നത്. ഇവിടുത്തെ പരിശോധന പൂർത്തിയാക്കി കളമശ്ശേരിയിലും അതുപോലെ തന്നെ പൊന്നുരുന്നിയിലുമെല്ലാം അനന്തകൃഷ്ണന് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എത്തി പരിശോധന നടത്താനാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഇപ്പോഴുള്ള നീക്കം. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതിന് പിന്നാലെ ഈ പാതിവില തട്ടിപ്പിൻ്റെ അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തതിന് പിന്നാലെ ഉദ്ദേശം 34ഓളം FIRകളാണ് ഇതിൽ ഇട്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഈ അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി പരിശോധന നടത്താനുള്ളൊരു നീക്കവും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. തിങ്കളാഴ്ചയോടുകൂടി കസ്റ്റഡിയിൽ വാങ്ങി ഈ പറയുന്ന എറണാകുളം ജില്ലയിലെ ഈ അനന്തകൃഷ്ണൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം എത്തിച്ച് നേരത്തെ പോലീസ് ഒരു തെളിവെടുപ്പ് നടത്തിയതായിരുന്നു. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തി വരുന്നത്. ഏതായാലും അന്വേഷണം ദ്രുതഗതിയിൽ അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കി ഇതിലൊരു യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ അന്വേഷണങ്ങൾ എറണാകുളം ജില്ലയിലെ അനന്തകൃഷ്ണൻ്റെ സ്ഥാപനങ്ങളടക്കം നടത്തി വരുന്ന പരിശോധന തുടരുകയാണ്. ബിനു പാമ്പയ്ക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.